ഹായ് ഫ്രണ്ട്സ്, MTT വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരടിപൊളി ബബിൾ മേക്കർ മെഷീനാണ്. നമുക്കത് കാണാം. വളരെ എളുപ്പമുള്ള മാർഗ്ഗത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ തുച്ഛമായ സാധനങ്ങളാണ് ആവശ്യമുള്ളൂ. അതും നമ്മൾ വേസ്റ്റിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വളരെ സ്ലോവിൽ കറങ്ങുന്ന ഒരു മോട്ടർ നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ വാൾ ഫാൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു തരം റൊട്ടേറ്റ് ചെയ്യിക്കുന്ന മോട്ടറുണ്ട്. ആ ഒരു സൈഡിലേക്ക് ഇപ്പോൾ കറങ്ങും. ഇനി നമ്മളൊന്ന് ഓഫാക്കിയിട്ട് വീണ്ടും ഓണാക്കിയാൽ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങും. ഇതിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് ഞാൻ വർക്ക് ഫുള്ളായി കഴിഞ്ഞ ശേഷം പറഞ്ഞുതരും. ഇനി ഇത് അയച്ചെടുക്കുകയാണ്. ഇത് വളരെ സ്ലോ ആയിട്ട് കറങ്ങേണ്ട ഒരു മോട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഏത് പഴയ കടയിൽ പോയി കഴിഞ്ഞാൽ, ഫാനൊക്കെ നന്നാക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വില കൊടുത്താലോ അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങുന്ന 100 രൂപയാണ്, കടയിൽ പോയാൽ ചിലപ്പോൾ വെറുതെ തന്നെ കിട്ടും. അങ്ങനത്തെ ഒരു മോട്ടറാണ് ഈ മോട്ടർ. ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊരു സാധനമാണ് ബബിൾസ് പുറത്ത് പിടിക്കാനുള്ള സാധനമാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോ ലെങ്ത് കൂടാതെക്കാൻ വേണ്ടിയിട്ട് ഫാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന വഴി എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അതിനാവശ്യമുള്ളത് ഒരു DC മോട്ടറാണ്. ഇത് നമ്മളെ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സാധാ മോട്ടറാണ്. ആ മോട്ടർ എടുത്തിട്ടുണ്ട്. അതിന് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 3/4 ഇഞ്ചിൻ്റെ നമ്മളെ സാധാ PVC പൈപ്പാണ്. അതുപോലെ ഇതിന് വേണ്ടത് 2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇത് രണ്ടും കറക്റ്റ് അളവാണ്. ഇത് ഇനി പറഞ്ഞുതരാം. ഈ പൈപ്പ്, ഈ മോട്ടർ ഞാനിത് ചൂടാക്കിയിട്ടാണ് ഇതിനുള്ളിൽ കയറ്റിയിട്ടുള്ളത്. തന്നെ ഇതിങ്ങനെ കിട്ടും. ഈ മോട്ടർ ഞാൻ ചെയ്തിട്ടുള്ളത് ചൂടാക്കിയിട്ട് 2 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ്, നല്ല ചൂടാക്കി. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ ഇളകി ഒരിക്കലും പോരില്ല, അത്രയ്ക്ക് സ്ട്രോങ്ങിലാണ് അതിനുള്ളിൽ കിടക്കുന്നത്. എന്നിട്ട് ഒരു എൽബോക്ക് അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്ട് ചെയ്ത് നന്നായി ഉറപ്പിച്ച് ഏത് സൈഡിലേക്കും വെക്കാം, നമുക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വയർ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ മോട്ടർ എന്നുള്ളത് നേരിട്ടിട്ട് കറണ്ടിൽ കൊടുക്കാൻ പറ്റിയ മോട്ടറാണ്. 230 വോൾട്ടിൻ്റെ വർക്ക് ചെയ്യണ മോട്ടറാണിത്. അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാനും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു സ്റ്റാൻഡിൽ ഉറപ്പിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു വിശാലമായ സ്റ്റാൻഡ് ഉണ്ടാക്കി എന്തിനാണെന്ന് ചോദിച്ചാൽ നിലത്ത് നിന്നാൽ ഇളകൂല, വളരെ ഉറപ്പിൽ നിന്നോളും. അതുപോലെ തന്നെ ഇതിന് വെച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച്, പാത്രത്തിനനുസരിച്ച് ഈ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് ഫ്രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയും. അതുപോലെ ഫാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് ഫ്രണ്ടും മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല രസത്തിലുള്ള സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടണമെന്ന് കരുതിയിട്ട് നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇത് ഇളകാതിരിക്കാൻ വേണ്ടി ചെറിയ പാത്രം തെർമോക്കോളിൻ്റെ ഒരു ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്യാം. തെർമോക്കോളിൻ്റെ ബോക്സിൽ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിന് മുകളിൽ നമുക്ക് ഇനി വേറെ പാത്രമൊക്കെ വരാനുള്ളത് കൊണ്ടാണ് ഞാൻ തെർമോക്കോളിൻ്റെ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം വളരെ സ്പീഡിൽ. ഇത് വാൾ ഫാൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മോട്ടറാണ്. ഇത് 2 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ ചൂടാക്കി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ മോട്ടർ നമുക്ക് പറയുന്നത് കുട്ടികളുടെ ടോയ്സിൽ നിന്ന് കിട്ടുന്ന മോട്ടറാണ്. അത് 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്ന DC മോട്ടറാണ്. അതും ഇവിടെ തന്നെ 3/4 ഇഞ്ചിൻ്റെ ജോയിൻറ്റിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 3/4 ഇഞ്ചിൻ്റെ വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന പൈപ്പാണ്. 2 ഇഞ്ചിൻ്റെ എല്ലാം വേസ്റ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഫാൻ, ഈ മോട്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഫാന് ഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം. ഇത് നമ്മളെ സ്പ്രേൻ്റെ ബോട്ടിലാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന, സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സ്പ്രേൻ്റെ ബോട്ടിലാണത്. ഞാനിങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഇത് എങ്ങനെയാണ് ഫാൻ്റെ ലീഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. 1 സെൻറ്റിമീറ്റർ വീതിയിലാണ് ലീഫ് ഉണ്ടാക്കുന്നത്. 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതിൽ വെച്ചിട്ട് ഇവിടെ ഉപയോഗിച്ച് ഇതിനെ മാർക്ക് ചെയ്യാം. ഒരു 2 or 3 വര വരച്ചാൽ മതി, സിമ്പിളായിട്ട് പൊട്ടും. ഇനി ഇത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്താൽ തന്നെ ആ സാധനം പൊട്ടും. ഒന്ന് കിട്ടി. ഇത് 9 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിനുള്ളത്. 1 സെൻറ്റിമീറ്റർ വീതിയാണ്. അതായത് 9 എടുത്തെന്ന് ചോദിച്ചാൽ 4 സെൻറ്റിമീറ്റർ ഇപ്പോഴത്തും 4 സെൻറ്റിമീറ്റർ ഇപ്പോഴത്തും പിടിച്ചാൽ നടുവിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും. ഈ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ഫാൻ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം 2 എൻ്റെ ഭാഗവും ഒന്ന് വളച്ചെടുക്കാം, ചെറുതായിട്ട് വളച്ചെടുക്കാം. ഈ കാറ്റിൻ്റെ സ്പീഡും അതുപോലെ തന്നെ എവിടേക്കാണ് കാറ്റ് കറക്റ്റ് എത്തേണ്ടത് എന്നുള്ളതൊക്കെ ഈ ലീഫ് ഒന്ന് തീരുമാനിക്കാം. അതിനുവേണ്ടി കുറച്ച് നമുക്ക് വളച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് വളച്ചെടുത്തിട്ടാണ് ഞാൻ ഈ സ്പ്രേൻ്റെ ബോട്ടിൽ കൊണ്ടാണ് ഈ ഫാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയതിന് ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ്. അടുത്തത് നമുക്ക് ബബിൾസ് പുറപ്പെടാൻ ആവശ്യമായ സ്റ്റിക്ക് ഉണ്ടാക്കലാണ്. അത് ഞാൻ ചെയ്യുന്നത് CDയിൽ ബബിൾ സ്റ്റിക്കിൻ്റെ 4 സ്റ്റിക്ക് എടുത്തിട്ട് നേർപകുതിയായി മുറിച്ചിട്ട് അത് CDയിൽ ഹോൾ അടിച്ചിട്ട് അതിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് സോൾഡർ അയണിൻ്റെ ആ അഗ്രഭാഗം കൊണ്ട്, വളരെ കൂർത്ത അഗ്രഭാഗം കൊണ്ട് ഹോൾ അടിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടെ ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ചെമ്പ് കമ്പി കൊണ്ട് അതിൽ കെട്ടി വെക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ CDയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. CDയിൽ എങ്ങനെ ചോദിച്ചാൽ CDയുടെ ഈ ബബിൾ സ്റ്റിക്ക് വാങ്ങിക്കുക, 3 ലെയർ 4 ലെയർ ഇത്ര വാങ്ങിക്കുക. എന്നിട്ട് അത് കറക്റ്റ് നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഓരോന്നിനും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി വെച്ചിട്ട്
ഇവിടെ ഞാൻ CD വളരെ സൂക്ഷ്മതയോടുകൂടെ ഹോൾ അടിച്ചിട്ടുണ്ട്. ചെറിയ ഹോളാണ്, 2 ചെമ്പ് കമ്പി കടന്നു പോകാൻ പാത്രം പാകത്തിലുള്ള ഹോൾ അടിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് ഈ സ്റ്റിക്കിനെ നമ്മൾ മുറിച്ചെടുത്ത ഭാഗം ഇതിലേക്ക് നല്ല സൂക്ഷ്മതയോടുകൂടെ തന്നെ നന്നായി ചെമ്പ് കമ്പി കൊണ്ട് കെട്ടിയിടാം. ഇത് ഗ്ലൂ വെച്ചിട്ട് ചെമ്പ് കമ്പി കൊണ്ട് ഇങ്ങനെ തിരിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഗ്ലൂ ഇട്ട കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ലുക്കുകൾ കിടന്ന് കറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരേ അളവിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇതിനിടെ കുറേ ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇനിയും ഹോൾ അടിച്ചിട്ട് ഓരോ സ്റ്റിക്കും കൂടി നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്ര വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ മോട്ടറിലേക്ക് ഇത് വെച്ച് പിടിപ്പിക്കണം. അതിൽ ഓൾറെഡി ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇനി ഇതിൽ വെക്കാനുള്ളത്. ഇത് ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ ഇങ്ങനെ മൊത്തത്തിലാണ് കറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ CD-ക്ക് ഇത് CD-യുടെ അതേ ഹോൾക്ക് കറക്റ്റ് ലെവലിൽ വെക്കാൻ പറ്റില്ല. CD-യുടെ നടുവിൽ ഈ ഹോൾ വരുന്ന പാകത്തിലാണ് ഇത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. കാണിച്ചു തരാം. കറക്റ്റ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് സെൻട്രലായിരിക്കണം. ഈ ഹോൾ കറക്റ്റ് സെൻട്രലായിരിക്കണം. ഞാൻ കാണിച്ചു തരാം. റൗണ്ടായിട്ട് CD കറങ്ങണമെങ്കിൽ ഈ സാധനം ഇതിൻ്റെ റൗണ്ട് ഇതിൻ്റെ നടുവിൽ സമമായിട്ടിരിക്കണം. എങ്കിലേ അത് കറക്റ്റായിട്ട് കറങ്ങുള്ളൂ. ഓക്കെ, CD നമ്മൾ ഒട്ടിച്ച് നിർത്തണമെങ്കിൽ ഗ്ലൂ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഗ്ലൂ ഫില്ല് ചെയ്യണം. ഓക്കെ, ഗ്ലൂ ഫില്ല് ചെയ്യാണ് ഞാൻ. നമുക്ക് ഈ മൂടിയുടെ ഉള്ളിൽ ഗ്ലൂ നല്ലവണ്ണം നിറക്കണം, ഫില്ല് ചെയ്ത് നിറക്കണം. CD-യുടെ മുകളിൽ നിന്ന് ഇളകി പോരാൻ പാടില്ല. ലിക്വിഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ ഇളകി പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലോണം ഗ്ലൂ നിറക്കണം. ഇത് മൂടരുത്, ഞാൻ ആയിപ്പോയതാണ്. ഓക്കെ, നല്ലവണ്ണം ഗ്ലൂ നിറച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CD തെറ്റിപ്പോവാത്ത രീതിയിൽ തന്നെ ഒട്ടിക്കണം. വേഗത്തിൽ തന്നെ ഗ്ലൂ ഒട്ടുന്നതിന് മുമ്പ്, കട്ടാവുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ഈ സെൻറ്റർ നോക്കിയിട്ട് തന്നെ ഒട്ടിക്കണം. ഈ സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം. ഫാൻ നമ്മൾ നല്ലപോലെ തന്നെ ഗ്ലൂ ഇട്ടിട്ട്, നേരത്തെ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, ഗ്ലൂ നല്ലപോലെ തന്നെ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കണം. കാരണം ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് ഇളകാൻ സാധ്യതയുണ്ട്. ഒരു നിലക്ക് ഇളകാൻ പാടില്ല. ഇളകാത്ത രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ ഒട്ടിച്ച് വെക്കുക. ഫാനാണ് ബബിൾസ് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫാനാണ്. ഫാനിലൂടെ നല്ല കാറ്റ് വന്നില്ലെങ്കിൽ ബബിൾസ് വരില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. ഒക്കെ പ്രധാനപ്പെട്ടതല്ലേ, എല്ലാം പ്രധാനപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചത് ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട്. സംഭവം നിങ്ങൾ കാണുന്ന സമയത്ത് ഇതൊരു ഭാഗത്തേക്ക് നീങ്ങിയതായിട്ട് കാണാം. അത് നമ്മൾ നോക്കേണ്ടതില്ല. ഈ നടുവിലത്തെ റൗണ്ട് കറക്റ്റ് ഈ CD-ക്ക് നടുവിലല്ലേ എന്നാണ് നോക്കേണ്ടത്. കാരണം ഇതാണ് മോട്ടറിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഹോള്. ഓക്കെ, ഇത് CD-ക്ക് ഏറ്റവും സെൻട്രലല്ലേ എന്ന് നോക്കണം. ഇത് ഇത് മൊത്തത്തിൽ CD-യുടെ സെൻറ്ററിലേക്ക് ആക്കരുത്. ഈ ഹോള് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇത് CD-യുടെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇതാണ് നമുക്ക് CD-യുടെ ഈ മോട്ടറിനുള്ളിലേക്ക് വെക്കാനുള്ളത്. ഇനി സൂക്ഷിച്ചുകൊണ്ട് ഈ മോട്ടറിലേക്ക് പിടിപ്പിക്കും. ഈ മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇനി ഈ സാധനം ആ വീല് ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്ക്രൂട്ട് മുറുക്കേണ്ടതുണ്ട്. അത് ഓൾറെഡി ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ഈ സ്ക്രൂ ഇതിൽ ഓൾറെഡി ഉള്ളതാണ്. ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഈ റൊട്ടേറ്റിംഗ് മോട്ടറിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. അത് നമ്മൾ നല്ലപോലെ തന്നെ ഈ CD വെക്കുന്ന സമയത്ത് ഹോൾ കറക്റ്റിൽ നോക്കണം. നോക്കിയിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ലിക്വിഡിലൂടെ ഈ വീല് കറങ്ങി വരുന്ന സമയത്ത് ഈ ഫാനിൽ നിന്നുള്ള കാറ്റ് കൊണ്ട് ബബിൾസ് പുറത്തേക്ക് പോകും. ഇതാണ് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം. ഞാൻ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്ക്. ഓക്കെ, ഇപ്പോൾ ഫാൻ കറങ്ങുന്നുണ്ട്. അത് നല്ല കാറ്റാണ് ഫാനിൽ കിട്ടുന്നത്. അതുപോലെ ഈ CD ലിക്വിഡിലൂടെ ഇങ്ങനെ കറങ്ങി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൾ ഫാൻ എടുക്കുന്ന ഈ റൊട്ടൈൻ മോട്ടർ പ്രത്യേകം എന്താ ചോദിച്ചാൽ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് കാണല്ലോ, ലിക്വിഡിൽ മുങ്ങിയിട്ട് ഇങ്ങനെ ഫാനിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് കുറേ ബബിൾസ് പുറത്തു വരും. ഇനി അതല്ല, നമുക്ക് കുറച്ച് ബബിൾസ് ആവശ്യമുള്ളെങ്കിൽ ഒന്ന് ഓഫാക്കുക. ഒന്ന് കുറച്ചായിട്ട് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ ലിക്വിഡിൽ മുങ്ങിയിട്ട് ഇത്രയും കറങ്ങിയിട്ടാണ് ആ സ്റ്റിക്ക് ഇങ്ങോട്ട് എത്തുക. അപ്പോൾ ബബിൾസ് കുറച്ച് വരുള്ളൂ. നമുക്ക് അതിനനുസരിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ
ഉപയോഗിക്കുന്ന ലിക്വിഡ് വെക്കാനുള്ള പാത്രങ്ങൾ കണ്ടില്ലേ, വെക്കുമ്പോൾ തന്നെ ഒന്ന് മറിഞ്ഞു പോകാൻ കണ്ടില്ലേ. ഇത് പാത്രം ഇങ്ങനത്തെ മേടിക്കാൻ കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷേ പഴയ വേസ്റ്റ് നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഏത് കുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് കടയിൽ പോയി കഴിഞ്ഞാൽ ഓയിലിൻ്റെ പാത്രം പുറത്ത് കിടക്കുന്നത് കാണാം, നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കാശ് മുടക്കില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കുട്ടികൾ കാണിച്ചു കൊടുക്കുക, അവർ വളരെ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മളിതിങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ലിക്വിഡ് വയ്ക്കാനുള്ള, ലിക്വിഡ് വയ്ക്കുമ്പോൾ ഈ പാത്രം കണ്ടില്ലേ, ചെറിയ ഒരു ഇളക്കം കൊണ്ട് തന്നെ ഈ പാത്രം മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വലിയ PVC പൈപ്പാണ്. PVC പൈപ്പിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമുക്ക് ഇനി പാത്രം വെക്കാനുള്ളത്. കണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പാത്രം ഇളകി പുറത്തേക്ക് പോകില്ല, നിലത്ത് വീഴില്ല. ഒക്കെ ഏകദേശം 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലിക്വിഡ് ഒഴിച്ചാൽ മാത്രം മതി, എല്ലാം ഓക്കെയാണ്. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. ലിക്വിഡിൽ മുങ്ങിയിട്ട് ഈ CD കറങ്ങിക്കൊണ്ട് വരും. ഫാൻ നല്ല കാറ്റുണ്ട്, അപ്പോൾ ആ കാറ്റിലൂടെയാണ് ബബിൾസ് പുറത്തേക്ക് വരുന്നത്. ഇനി ഇത് ഏത് കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചുറ്റുവട്ടത്തിൽ കറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന പൈപ്പ്, മോട്ടർ, അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ, ഇങ്ങനെ തുടങ്ങിയ ഏത് സാധനങ്ങളും നമുക്ക് നമ്മുടെ വീടുകളിലും ചുറ്റുവട്ടത്തായിട്ട് കറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ തുച്ഛമായ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിക്കണമെന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ലിക്വിഡ് ഒഴിക്കുകയാണ്. ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഞാൻ ലിക്വിഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയിച്ചു തരണമെങ്കിൽ വേറൊരു വീഡിയോ, ഇപ്പോൾ ഇതിലെ ഈ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലിക്വിഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലിക്വിഡ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, എങ്ങനെയാണ് ലിക്വിഡ് ഉണ്ടാക്കുകയെന്ന് അറിയണമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ തന്നെ നമുക്ക് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ലിക്വിഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലിക്വിഡ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബബിൾസ് വരില്ല. ലിക്വിഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒഴിക്കുന്ന സമയത്ത് പത വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. പത വന്നു കഴിഞ്ഞാൽ ലിക്വിഡ് ഈ ബബിൾസ് നല്ല രീതിയിൽ പുറത്തേക്ക് വരില്ല. തീരെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പത വരാതെ സൂക്ഷിക്കണം. പത വന്നു കഴിഞ്ഞാൽ ആ പത പൊട്ടിത്തീരുന്ന വരെ കാത്തു നിൽക്കുക. പത ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ബബിൾസ് വരില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഈ സ്റ്റിക്ക് മുങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ ലിക്വിഡ് ഒഴിക്കണം, അല്ലെങ്കിൽ ബബിൾസ് വരില്ല. ലിക്വിഡ് ഇതിൽ മുങ്ങണം. ഓൺ ചെയ്യാണ്, വർക്ക് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഓൺ ചെയ്യും. ഓക്കെ, അയ്യോ നല്ല രീതിയിൽ തന്നെ ബബിൾസ് വരുന്നുണ്ട്. വളരെ ഭംഗിയുള്ള, കാണാൻ കൗതുകമുള്ള, ഏതൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് ഇത്. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തണം. സാധാരണ നമ്മൾ ബബിൾസ് മേക്കർ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സമയത്ത് തന്നെ ധാരാളം കുമിളകൾ, ബബിൾസുകൾ വരെയുണ്ടാവുക. അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കണ്ണ് അടക്കുന്ന വിധം അല്ലെങ്കിൽ ഒരു ശല്യമാകുന്ന വിധം ധാരാളം ബബിൾസ് വരിക ചെയ്യാം. അത് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ലിക്വിഡ് കഴിയും. നേരെ മറിച്ച് ഇതാണെങ്കിൽ മണിക്കൂറുകളോളം ഉപയോഗിക്കാം. അപ്പോൾ ഒരു വല്ല ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വല്ല സ്കൂൾ പോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ വലിയ ഗ്രൗണ്ടുള്ള സ്ഥലത്തൊക്കെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ ഉയർന്ന സ്ഥലത്ത് ഒരു മൂലയിൽ ഉയർന്ന ഭാഗത്ത് ഇത് വെച്ചിരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം ഇത് വർക്ക് ചെയ്യും. ഗ്രൗണ്ടിൻ്റെ പല ഭാഗങ്ങളിലും തുമ്പികൾ നടക്കുന്നത് പോലെ ബബിൾസുകൾ ഇങ്ങനെ പാറി നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നല്ല രസമുള്ളൊരു കാഴ്ചയായി കാണാം. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്? ഇഷ്ടമായ നിങ്ങൾ കമൻ്റായിട്ട് ഇഷ്ടമായി എന്ന് അറിയിക്കുക. ഇതുപോലത്തെ നല്ല വെറൈറ്റി വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരും. അതുകൊണ്ട് തന്നെ നിർബന്ധമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.